എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദർശനാണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് പൈ. അപ്പോൾ പൈനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മാക്രോ എക്കണോമിക്കൽ സെക്ഷനും കൂടി ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ. ഓക്കെ, സോ ഇഫ് യു ആർ എ ട്രേഡിംഗ്, ഇഫ് യു ആർ എ ഇൻവെസ്റ്റർ ആൻഡ് ഇഫ് യു ഹോൾഡ് പൈ കോയിൻ, ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഐ വിൽ ബി ടോക്കിംഗ് ഫ്രം 8 years എക്സ്പീരിയൻസ് ആൻഡ് ഇൻ ക്രിപ്റ്റോ. ഓക്കെ, 8 വർഷത്തെ എക്സ്പീരിയൻസുകളാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഷെയർ ചെയ്യണത്. ഓക്കെ, അപ്പൊ പൈക്കോയിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു $5 മേലേക്ക് പൈക്കോയിന്റെ വാല്യൂ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അൺലെസ് അവർ നല്ലൊരു കൊളാബറേഷൻസ് അവരുടെ ടീം കാഴ്ചവെക്കുകയാണെങ്കിൽ സാധ്യതയുണ്ട്. അൺലെസ് ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം അവരുടെ FDV വാല്യൂ, അതായത് ഫുള്ളി ഡയലൂട്ടഡ് വാല്യൂ, അതായത് അവരുടെ കോയിൻസ് മൊത്തം ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് പ്രകാരം എത്ര ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ, അതായത് മാർക്കറ്റ് ക്യാപ്, അതായത് ഇപ്പൊ സർക്കുലേറ്റ് ചെയ്യുന്ന സപ്ലൈ ഇൻറ്റു ഇപ്പോഴത്തെ പ്രൈസ്, അതാണ് മാർക്കറ്റ് ക്യാപ്പ്. അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്, ഇങ്ങനത്തെ ഉള്ള ഫാക്ടേഴ്സും പിന്നെ മാക്രോ ഫാക്ടേഴ്സും കൂടി ചെക്ക് ചെയ്യുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് $5 വരെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്നത് തന്നെ കാണേണ്ടതായി വരും, അൺലെസ് ഒരു വലിയൊരു കൊളാബറേഷൻ നടന്നു കഴിഞ്ഞാൽ. കൊളാബറേഷൻസ് ഐ മീൻ സംഭവിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ പരിമിതമാണ്. മോർ ദാൻ $5. ഓക്കെ, കാരണം അത്രയ്ക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അറിയില്ല. ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ചുമ്മാ തള്ളണമെന്നല്ല. ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് അനലിറ്റിക്കൽ ഫാക്ടേഴ്സ് ബിഹൈൻഡ് ഇറ്റ്. ഇനി നാളെ പൈക്കോയിൻ റിലീസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാൽ ഐ എം നോട്ട് ഹോൾഡിംഗ് പൈക്കോയിൻ. ഐ വിൽ ബി സെല്ലിംഗ് അ ലോട്ട്, അറൌണ്ട് 50 to 60% ഓഫ് മൈ ബാക്ക് അറ്റ്ലീസ്റ്റ്. ഓക്കെ, എനിക്ക് കിട്ടണത് എന്തെങ്കിലും കിട്ടിയാൽ ഏകദേശം ഒരു 28,000 കോയിൻസ് എൻ്റെ കയ്യിലുണ്ട്. മുന്നത്തെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, റിവീൽ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഇൻഫർമേഷൻ. അപ്പൊ ആ 28,000-ലെ ഒരു 1000 കിട്ടിയാ കിട്ടി, എനിക്ക് അത്രേ ഉള്ളൂ. ആക്രാന്തില്ലേ, കിട്ടിയത് കിട്ടി, അത്രേ ഉള്ളൂ. കിട്ടിയത് വാങ്ങി വെച്ചിട്ട് ഞാൻ അതിന്റെ ഏകദേശം ഒരു 60-70% ഞാൻ എന്തായാലും സെല് ചെയ്യും കറണ്ട് പ്രൈസിൽ. പിന്നെ എന്റെ സ്ട്രാറ്റജി വെച്ച് കഴിഞ്ഞാല് അപ്പൊ എല്ലാം കൂടെ ഒറ്റയടിക്ക് ഞാൻ വെക്കില്ല. 10%, 15%, 20% അങ്ങനെ വെച്ചിട്ട് ഞാൻ ലാഡർ ഔട്ട് ചെയ്യുന്നതായിരിക്കും ഇൻടു സ്റ്റേബിൾ കോയിൻസ്. ഓക്കെ, അതാണ് എന്റെ സ്ട്രാറ്റജി. അത് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ ഫോളോവേഴ്സിനോടും പറയണത്. അങ്ങനെ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിംഗ് ഇൻ വൺ ഗോ, പരമാവധി ലാഡർ ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് എവിടെ സെയിൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കയറിയിട്ട് പൈ നടിക്കുക. പൈ നടിച്ചു കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും ഗ്രാഫിന്റെ തൊട്ടടുത്തായിട്ട്. ആ മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചിലും നിങ്ങൾക്ക് പൈ ഇപ്പോൾ വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, പൈയുടെ ഫ്യൂച്ചേഴ്സുകൾ, അതായത് പൈയുടെ പൈസ കൂടോ അല്ലെങ്കിൽ കുറയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോർട്ട് പൊസിഷൻ ലോങ് പൊസിഷൻ വിളിക്കാനാ വേറെ മാർക്കറ്റുകളുണ്ട്. പക്ഷെ ഞാൻ അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ലെവറേജ് ആണ് ചെയ്യുന്നത്. ലെവറേജ് ചെയ്തിട്ടുള്ള പരിപാടി ചെയ്യാൻ റിസ്ക് കൂടുതലാണ്. ഐ ഡോണ്ട് റെക്കമെൻഡ് ലെവറേജ് എ ലോട്ട്. ഞാൻ ഇൻവെസ്റ്റർ ആണ്, സോ ഐ ലൈക്ക് ടു ഇൻവെസ്റ്റ്. അപ്പൊ ഇതാണ് എന്റെ സ്ട്രാറ്റജി ഫോർ ടുമാറോ. ഓക്കെ, പിന്നെ ഞാൻ ഇതിന്റെ കോൺട്രവേഴ്സി ആയിട്ട് ഒരുപാട് പേര് എന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഐ ഡോണ്ട് മൈൻഡ്, ഐ എം ഓപ്പൺ ടു റിവ്യൂസ്. കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. അതങ്ങനെയാണ്. അതായത് ഒരു മാർക്കറ്റ് ആകുമ്പോൾ വാങ്ങാനും വിൽക്കാനും ആൾക്കാരുണ്ട്, അവർക്ക് അവരുടേതായ റീസണുകളുണ്ട്. പിന്നെ ഇനി മാക്രോ സ്കെയിലോട്ട് നോക്കി കഴിഞ്ഞാല് ബിറ്റ് കോയിന്റെ പ്രൈസ് ഇപ്പൊ സ്റ്റേബിൾ അല്ല. അറൌണ്ട് 60 to 70K ഉള്ളിൽ ഇരുന്ന് കളിക്കാനുള്ള സാധ്യത ഞാൻ വളരെയധികം കാണുന്നു. കാരണം മാക്രോ സ്കെയിൽ നോക്കുമ്പോൾ ബെയറിഷ് ആണ് മാർക്കറ്റ് സെന്റിമെന്റ്. ഓക്കെ, പക്ഷെ അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ബിൽഡിംഗ് ആണ് ചെയ്തു തുടങ്ങുക. ഐ വിൽ സ്റ്റാർട്ട് ബിൽഡിംഗ് മൈ പോർട്ട്ഫോളിയോ. ഓക്കെ, ഇപ്പൊ എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മാർക്കറ്റ് ഫോളില്, പക്ഷെ ഞാൻ അത് റിക്കവർ ചെയ്യും. ബാക്ക് ടു ദി ആക്ഷൻസ്. കുറച്ച് ലക്ഷങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ ആ ലക്ഷങ്ങൾ നമ്മൾ തിരിച്ചു പിടിക്കുന്നതായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സമയമെടുത്ത് നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. എന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടായിരിക്കും ടു ഓൾ മൈ സോഷ്യൽസ് ആസ് വെൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഞാനൊരു ടീം ബിൽഡപ്പ് ചെയ്യുന്നുണ്ട് റിലേറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ്. ഞാനത് അടുത്ത കൊല്ലം ലോഞ്ച് ചെയ്യാന്ന് വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻസ് യോജിച്ച കാരണത്താൽ ഞാൻ അതൊന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് ആസ് എ ലൈക്ക് എ ടെസ്റ്റ് പ്രൈസ്. ഫ്രീ ആണ് ജോയിൻ ചെയ്യാനൊക്കെ ആയിട്ട്. അതിൽ ഞാൻ ജസ്റ്റ് ബിഗിനേഴ്സ്, അതായത് ക്രിപ്റ്റോയില് ഒട്ടും അറിയാത്തവർക്ക് ഒരു കൈത്താങ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇഫ് യു ആർ അഡ്വാൻസ്ഡ് ഓർ ലൈക്ക് എ പ്രൊവേർഷൻ,
ദാറ്റ്സ് നോട്ട് എ ഗുഡ് പ്രൊഡക്റ്റ് ഫോർ യു. പക്ഷേ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൈത്താങ്ങും അതുപോലെ തന്നെ നല്ലൊരു ഡിസിഷൻസ് എടുക്കാനും, അതായത് വെൻ ഐം എൻറ്ററിങ് ദ മാർക്കറ്റ് ആൻഡ് വെൻ ഐം എക്സിറ്റിംഗ് ദ മാർക്കറ്റ്, അതായിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ഉണ്ടാവുക. അതിന് പുറമെ അനലിറ്റിക്കൽ സൈഡ്, ടെക്നിക്കൽ സൈഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഞാൻ അതിൽ ലൈവ് കോള് കോൺവെർസേഷൻസ് വെച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു അപ്ഡേറ്റ്. ഞാൻ ഒരാഴ്ച വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് പോസ് ചെയ്ത് വേറെ ഒന്നുകൊണ്ടല്ല, മാർക്കറ്റ് ഫുള്ള് ഡൗൺ ആയപ്പോൾ മൈൻഡ് മൊത്തം ഔട്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഒരു കറങ്ങാൻ പോയിരുന്നു. ഞാൻ മൊറോക്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു. എൻ്റെ സോഷ്യൽസിൽ ഫോളോ ചെയ്ത് നിങ്ങൾക്കത് കാണാം, പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ. അപ്പം മൊറോക്കോയിൽ നിന്ന് പോയി തിരിച്ചെത്തി ഇപ്പൊ ബാക്ക് ടു ബിസിനസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെയധികം ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ ദിസ് ഇസ് ദർശൻ, പീസ് ഔട്ട്. അപ്പൊ ഇങ്ങനെ പൊളിക്കുക, കിട്ടുന്നതെല്ലാം പ്രോഫിറ്റ് നാളെ, അത്രേ ഉള്ളൂ. പകരം